ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. ഇതോടെ മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂടി. ഏത് വിധേനയും അധികാരം നിലനിർത്തണമെന്ന അജണ്ടയുമായി പണമൊഴുക്കിയും വാഗ്ദാന പെരുമഴ പെയ്യിച്ചും NDA സഖ്യം സജീവമാകുമ്പോൾ നാടിന്റെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ച് പ്രകടന പത്രികയിലൂടെ എന്താവണം നാളത്തെ ബീഹാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ സഖ്യം മുന്നേറുന്നത്. ഇതിനിടെ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി തീർക്കുന്ന തലവേദന ചെറുതല്ല. പ്രധാന വെല്ലുവിളി ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ്. ബീഹാർ ജനതയുടെ മനസ്സറിഞ്ഞ പ്രഖ്യാപനങ്ങളാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് നടത്തുന്നത്. കർഷകരെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചാണ് പ്രഖ്യാപനം. സഖ്യം അധികാരത്തിലെത്തുന്ന പക്ഷം താങ്ങുവില കൂടാതെ നെല്ലിന് കിൻഡലിന് 300 രൂപയും ഗോതമ്പ് കിൻഡലിന് 400 രൂപയും വീതം നൽകുമെന്ന് തേജസ്വി. അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നേരിട്ട് അക്കൗണ്ടിൽ നൽകുന്നതാണ് മായി ബഹിൻമാൻ യോജന. ഡിസംബർ 1-ാം തീയതി മുതലാണ് പദ്ധതി ആരംഭിക്കുക. പ്രതിവർഷം 30,000 രൂപ അടുത്ത 5 കൊല്ലത്തേക്ക് നൽകുമെന്നാണ് തേജസ്വിയുടെ പ്രഖ്യാപനം. ഇതിനിടെ നേതാക്കന്മാർ തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 രാജകുമാരന്മാർ കറങ്ങി നടക്കുകയാണെന്നും അതിലൊരു ദില്ലിവാല രാജകുമാരൻ ചട്ടിമയ്യെ അപമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമാക്കി വാക്പോര് നടത്തിയ നരേന്ദ്രമോദി ഇതിനെതിരെ ബീഹാറിലെ സ്ത്രീകൾ രംഗത്തിറങ്ങുമെന്നും NDA റെക്കോർഡ് നേട്ടത്തോടെ അധികാരത്തിലെത്തുമെന്നും പ്രഖ്യാപിച്ചു. അതേസമയം വ്യാജ ഡിഗ്രിക്കാരനാണ് നരേന്ദ്രമോദിയെന്നും അതിനാൽ പുരാതന ആഗോള സർവകലാശാലയായിരുന്ന നളന്ദയുടെ വില പോലും മനസ്സിലാക്കിയിട്ടില്ലെന്നും രാഹുൽ തിരിച്ചടിച്ചു. പാക് ഭീകരർ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ബീഹാറിൽ സ്ഥാപിക്കാൻ പോകുന്ന ഡിഫൻസ് കോറിഡോറിൽ നിർമ്മിക്കുന്ന വെടിയുണ്ടകൾ കൊണ്ട് അവരുടെ മേൽ മഴ പെയ്യിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. 243 സീറ്റുകളുടെ ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം നവംബർ 6-ാം തീയതിയും 2-ാം ഘട്ടം 11-ാം തീയതിയും നടക്കും. 14-നാണ് വോട്ടെണ്ണൽ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളുടെ പ്രചാരണം ഇന്നലെ സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് രാഘോപൂർ, BJPയുടെ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൗധരി താരാപൂർ, വിജയ് കുമാർ സിൻഹ ലഖീസരായ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്. 121 മണ്ഡലങ്ങളിലായി 1314 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 2-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കേണ്ട 122 മണ്ഡലങ്ങളുടെ പ്രചാരണം 9 വരെയുണ്ട്. രാജ്യത്ത് പ്രളയം ഏറ്റവും ദുരിതം വിതക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ. ആരാണ് ഈ ജനതയ്ക്ക് ശരിക്കും ആശ്വാസമാവുക? കാത്തിരുന്ന് കാണാം.